പുരം താങ്കളാണ് ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യൂ എന്ന് വെല്ലുവിളിച്ചത്. ഇതാ ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായിരിക്കുന്നു. MC ഖമറുദ്ദീൻ നേരത്തെ മുതലേ അറസ്റ്റിലാണ്. KM ഷാജി ഏത് നിമിഷവും അറസ്റ്റിലാകാം എന്നുള്ളതാണ് നില. നിയമസഭായോഗം നിയമസഭാ കക്ഷി ജയിലിൽ ചേരേണ്ടി വരുമോ? അഭിലാഷ്, ഈ കാര്യത്തിൽ ഞാൻ ആ വെല്ലുവിളിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നാമത്, നിങ്ങൾ ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ മുമ്പൊരു ചാനലിൽ പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ആർക്കും ഏത് നിയമത്തെയും അട്ടിമറിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് ആദ്യം വരാം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ പാലവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് സ്വാഭാവികമായും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് തീരട്ടെ, അതിൽ ചർച്ച നടക്കട്ടെ, അതിന്റെ മെറിറ്റിലേക്ക് വരട്ടെ. ഞാൻ ഇവിടെ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ കേസുമായി, വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം വിഷയത്തിൽ ഏത് കുറ്റത്തിന്റെ പേരിലാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടിയെടുക്കാൻ മുതിരുന്നത് എന്നതാണ് ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എങ്കിൽ നമ്മൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് പോകാം. ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്, പരാതി എന്ന് പറയുന്നത്, അദ്ദേഹം മൊബിലൈസേഷൻ അഡ്വാൻസ് വാങ്ങി എന്നുള്ളതാണ്. മൊബിലൈസേഷൻ അഡ്വാൻസ് വാങ്ങാനുള്ള സംവിധാനത്തിന്റെ ഫയലിൽ ഒപ്പിട്ടു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. കിഫ്ബിയിലെ ഒരു പ്രൊവിഷൻ, ഞാൻ അതിന് ഒരു നിമിഷം ഞാൻ അതിന്റെ ഒരു ഫയലിലേക്ക് കൂടി വരികയാണ്. അല്ല, ശ്രീ നജീബ് കാന്തപുരം, ഞാൻ പറയട്ടെ, മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു എന്നുള്ളതാണോ പ്രശ്നമെന്ന് രാവിലെ മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളും UDFന്റെ നേതാക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പാലാരിവട്ടം പാലത്തിനല്ലാതെ മറ്റ് പണികൾക്ക് വേണ്ടി മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കമാണ് ആ ചോദ്യം. ഉണ്ട്, ശരിയാണ് ശ്രീ നജീബ് കാന്തപുരം, മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു എന്നുള്ളതല്ല ഇതിലെ കേസ്. മറിച്ച് പ്രീ ബിഡ് മീറ്റിംഗിൽ, അതായത് ടെൻഡറിന് മുൻപ് നടന്ന മീറ്റിംഗിൽ, ഇതിൽ താൽപര്യപത്രം നൽകിയ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിയ മീറ്റിംഗിൽ മൊബിലൈസേഷൻ അഡ്വാൻസ് ഉണ്ടാകില്ല എന്നറിയിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയെ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നീട് മൊബിലൈസേഷൻ അഡ്വാൻസ്, ആ കരാറിലില്ലാത്ത പ്രീ ബിഡ് മീറ്റിംഗിൽ നിരസിച്ച മൊബിലൈസേഷൻ അഡ്വാൻസ് പിന്നീട് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. മൊബിലൈസേഷൻ അഡ്വാൻസ് ഉണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന RDSനേക്കാൾ ചെറിയ തുകയ്ക്ക് കോട്ട് ചെയ്യാൻ കമ്പനികൾ വേറെ ഉണ്ടാകുമായിരുന്നേനെ. അവിടെയാണ് ഈ RDSനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ വേണ്ടി മൊബിലൈസേഷൻ അഡ്വാൻസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ചാർജ്. ശ്രീ നജീബ് കാന്തപുരം, നിഷ്കളങ്കമായ ആളുകളെ പറ്റിക്കരുത്. ഒരിക്കലും ഇത് ശരിയല്ല. അഭിലാഷ് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. ഞാൻ ആ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ഇവിടെ പറയാം, മൊബിലൈസേഷൻ അഡ്വാൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിന്റെ ടേമിൽ ഇല്ലെങ്കിൽ പോലും അത് സ്വാഭാവികമായും ഒരു കമ്പനിക്ക് അനുവദിച്ചാൽ ആ കമ്പനി ആ മൊബിലൈസേഷൻ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ സർക്കാരിന് അതുവഴി ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ സ്വാഭാവികമായും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാമായിരുന്നു. ഇവിടെ 8.25 കോടി രൂപ മൊബിലൈസേഷൻ അഡ്വാൻസ് ആയി കൊടുത്തത് 7% പലിശയോടുകൂടി തിരിച്ചു കൊടുത്ത ഒരു സന്ദർഭം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രമാണ് വിജിലൻസ് അന്വേഷണം നടന്നത് പോലും. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഈ RDS എന്ന കമ്പനിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി, പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു മാർഗം ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രീ ബിഡ് മീറ്റിംഗിൽ മൊബിലൈസേഷൻ അഡ്വാൻസ് ഉണ്ടാകില്ല എന്ന് അറിയിച്ചത്? മൊബിലൈസേഷൻ അഡ്വാൻസ് ഉണ്ട് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ട്. ഇവിടെ RDSന് മാത്രം നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ കുറെ കൂടി കുറഞ്ഞ തുക കോട്ട് ചെയ്തു. അവർക്ക് കരാർ കിട്ടി. കരാർ കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തതെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന TO സൂരജ് പറഞ്ഞിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന്റെ മുൻകൈ എന്തായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിൽ, അദ്ദേഹത്തിന്റെ വകുപ്പിൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് പറഞ്ഞത്. അഭിലാഷ്, ഞാൻ ഈ കാര്യം നിങ്ങളോട് വ്യക്തതയോടെ തന്നെ പറഞ്ഞു. കാരണം മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖജനാവിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ ദുരുദ്ദേശപൂർവ്വം ഈ വിജിലൻസ് അന്വേഷണം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ സർക്കാർ നിർമ്മിച്ച 1500 കെട്ടിടങ്ങൾ ഈ കാലാവധിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ ഏതാണ്ട് 2000 കോടി ചെലവഴിച്ചുകൊണ്ട് 245 പാലങ്ങൾ ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്.
ആ പാലങ്ങളെല്ലാം പൂർത്തീകരിച്ചത് UDF അധികാരത്തിലിരിക്കുന്ന സമയത്താണ്. അതൊക്കെ ആയിക്കൊള്ളട്ടെ. അല്ല, താങ്കൾ നേരത്തെ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചോളൂ. ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു. മൊബിലൈസേഷൻ അഡ്വാൻസ് പലിശ സഹിതം ഈ കമ്പനി തിരിച്ചും അടച്ചു. അപ്പോ പിന്നെ എന്താണ് പ്രശ്നം? പൊതുഖജനാവിന് ഒരു കുഴപ്പവുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കേസെടുക്കുന്നത്? എന്താണ് വിജിലൻസിന്റെ ചാർജ് എന്ന് ചോദിച്ചില്ലേ? വിജിലൻസ് സുമിത് ഗോയലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഞാൻ വായിക്കാം. ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് വാങ്ങിയതിനു ശേഷം എന്താണ് ഈ കമ്പനി ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കാം. ആഫ്റ്റർ മിസ്അപ്രോപ്രിയേറ്റിംഗ് അലോട്ടഡ് എമൗണ്ട് ഫോർ മീറ്റിംഗ് ഹിസ് ഫിനാൻഷ്യൽ ക്രൈസിസ്, ഹി കോംപ്രമൈസ്ഡ് ദ ക്വാളിറ്റി ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫ്ലൈഓവർ, വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ് ടു പുവർ കണ്ടീഷൻ ഓഫ് ദ ഫ്ലൈഓവർ ആൻഡ് thereby gained pecuniary advantage and caused loss to the public exchequer. അതായത് ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് വാങ്ങിച്ചു, സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു RDS കമ്പനി. അയാളുടെ സാമ്പത്തിക പ്രതിസന്ധി തീർത്തു. എന്നിട്ട് സബ്സ്റ്റാൻഡേർഡായ കൊള്ളാത്ത വസ്തുക്കൾ കൊണ്ട് ഇങ്ങനെ ഒരു പാലം നിർമ്മിച്ചു വെച്ചു. അങ്ങനെ പാലം നിർമ്മിച്ചു വെച്ചപ്പോ ഈ പറഞ്ഞ പണത്തിന്റെ സിംഹഭാഗവും ഈ കമ്പനിക്ക് ലാഭമായി പോയി. കാരണം ഇതിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കുമല്ലോ, വളരെ ലോ കോസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട്. നമുക്ക് പൊതുഖജനാവിന് അതുകൊണ്ട് നഷ്ടമുണ്ടായി. ആ പാലം 100 വർഷം ഇരിക്കേണ്ട പാലം 2 വർഷം കൊണ്ട് ഈ അവസ്ഥയിലായി. അപ്പോ ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണോ? ആണ്. ഞാൻ പറയാം, ഇതിൽ എങ്ങനെയാണ് മന്ത്രി പ്രതിയാകുന്നത് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. മന്ത്രിയാണ് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ മുൻകൈ എടുത്തത്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ RDS കമ്പനിയുടെ ചെയർമാൻ M. ഗോയൽ, MD സുമിത് ഗോയൽ, ജോയിന്റ് MD രാഹുൽ ഗാർഗ്, ശാരദ ഗോയൽ, ഈ ആളുകളൊക്കെ RDS കമ്പനിയുടെ മേധാവികളാണ്. ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ളത് RDS കമ്പനിയാണ്. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഈ M. ഗോയൽ എന്ന് പറയുന്ന ചെയർമാനെയാണ്. സുമിത് ഗോയൽ MD ആണ്. ഞാൻ പറയട്ടെ, ഈ എന്തുകൊണ്ട് M. ഗോയൽ എന്ന് പറയുന്ന ചെയർമാനെ തൊടാൻ പിണറായിക്ക് കൈവിറക്കുന്നു? ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. കാന്തപുരം MD-യെ അറസ്റ്റ് ചെയ്തു, ചെയർമാനെ അറസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നുള്ള വാദത്തിന് ഈ കമ്പനിയിൽ അതിലെ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരുന്ന ആളെ, അയാളാണ് 1ാം പ്രതി. ഈ പറയുന്ന സുമിത് ഗോയലാണ് ഈ കേസിലെ 1ാം പ്രതി. അല്ല, ഞാൻ പറയുന്നത് അഭിലാഷേ, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷൻ ഉണ്ട്. ഏതാണ് ആ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഒരു വർഷവും 3 മാസവും കഴിഞ്ഞിരിക്കുന്നു ഈ ചാർജ് ഷീറ്റ് എല്ലാം നൽകിയിട്ട്. എന്തുകൊണ്ട് ഇത്രയും കാലം അറസ്റ്റ് ചെയ്യാതിരുന്നു? അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ മന്ത്രി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്പലപ്പുഴയിലെ ഒരു പത്രസമ്മേളനത്തിൽ വെച്ചാണ് ശ്രീ G. സുധാകരൻ പറയുന്നത്, ഒരു പാലം ഏതെങ്കിലും തരത്തിൽ തകരാറായാൽ അത് മന്ത്രിയെയല്ല പിടിക്കേണ്ടത്, അത് ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറെയുമാണ് പിടിക്കേണ്ടത്. നിങ്ങൾ മാത്രമല്ല, അതിൽ 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മന്ത്രി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, മന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ കാലയളവിലല്ല, അതിനു മുൻപ് ഈ പാലത്തിന്റെ ബലക്ഷയം ശ്രദ്ധയിൽ വന്ന ആദ്യത്തെ ദിവസങ്ങളിലാണ് മന്ത്രിയുടെ ആ പരാമർശം. പിന്നീടാണ് ഈ കാര്യത്തിലെ അന്നത്തെ പൊതുമരാമത്ത് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ വരികയും കൂടുതൽ അന്വേഷണം വിജിലൻസ് ഇതിന്റെ ഭാഗമായി നടത്തുകയും 7 മാസം മുൻപ് ഇബ്രാഹിം കുഞ്ഞുകൂടി ഈ കേസിൽ പ്രതിയാവുകയും ചെയ്തത്. അദ്ദേഹത്തെ പ്രതി ചേർത്തത് ഇന്നല്ല, മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തതാണ്. അതിനു മുൻപ്, അതിലും ഏതാണ്ട് 6-7 മാസം മുൻപാണ് ടിഒ സൂരജ് ഈ കാര്യത്തിൽ അറസ്റ്റിലാവുകയും ജയിലിൽ കിടക്കുകയും അദ്ദേഹം ജാമ്യ ഹർജി നൽകിയപ്പോൾ ഈ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തത്. ഈ പാലം അപകടാവസ്ഥയിലായ ആദ്യഘട്ടത്തിൽ മന്ത്രി G. സുധാകരൻ പറഞ്ഞ വാചകങ്ങൾ പിന്നീടുള്ള കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കി കളയുന്നതല്ലോ. റദ്ദാക്കുന്നതല്ല. പക്ഷെ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ പാലം സംബന്ധമായി ഏറ്റവും നല്ല ടെക്നിക്കലായ പഠനം നടത്തിയത് IIT മദ്രാസ് ആണ്. അതിന്റെ റിപ്പോർട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് വെച്ചാണ് ഈ ശ്രീധരൻപൂരും പിന്നീട് അത് സംബന്ധമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയത്. ആ IIT മദ്രാസ്, ഞാൻ പറയുന്നത്, ഈ പാലാരിവട്ടം കേസിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ 7 കോടി രൂപക്ക് മെയിന്റനൻസ് തീർക്കാമെന്ന് IIT മദ്രാസ് പറഞ്ഞ ഒരു സംഗതി 20 കോടി രൂപക്ക് യാതൊരു ടെൻഡർ പോലും ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടായി. അല്ല, ഒരു സെക്കൻഡ്. ആദ്യം പറഞ്ഞ IIT മദ്രാസ് പറഞ്ഞ 7 കോടി രൂപയ്ക്ക് ഇത് തീർത്താൽ, മെയിന്റനൻസ് തീർത്താൽ, ആ പാലം എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമെന്നും IIT മദ്രാസ് പറഞ്ഞു. ഞാൻ പറയട്ടെ, എത്ര കാലം? ഞാൻ പറയട്ടെ,
IIT മദ്രാസ് എന്താണ് കണ്ടെത്തിയത്? അല്ല, IIT മദ്രാസ് എത്ര കാലം ഈ പാലം ഇങ്ങനെ മെയിന്റനൻസ് നടത്തി ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത് 20 വർഷം. അങ്ങനെ ഒരു 20 വർഷത്തിന് വേണ്ടി പിന്നെയും അതവിടെ വെച്ചോണ്ടിരിക്കണോ? അതോ ഈ ശ്രീധരൻ നിർദ്ദേശിച്ചതുപോലെ നമുക്ക് വളരെ കാലം ഉപയോഗിക്കാൻ കഴിയുന്ന അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പുനർനിർമ്മിക്കാമോ? ഞാൻ പറയുന്നത് അവിടെയാണ് വിഷയം കിടക്കുന്നത്. എവിടെ? ഞാൻ പറയാം. ഈ 20 കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ IIT മദ്രാസ് നിർദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ടായതിന് പിന്നിൽ കൃത്യമായ അഴിമതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഈ 20 കോടി രൂപ കൊടുക്കണോ? വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇവിടെ IIT മദ്രാസ് നിർദ്ദേശിച്ചത് എന്താ? IIT മദ്രാസ് നിർദ്ദേശിച്ചത് 20 വർഷം വരെ ഇത് നമുക്ക് ഈ കോസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഒരു അറ്റകുറ്റപ്പണി നടത്തി ഇത് മെയിന്റനൻസ് വർക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകാനാണ്. അതിന്റെ കാര്യമില്ലാത്തത് കൊണ്ട് സർക്കാരിന്റെ ഒരു പോളിസി ഡിസിഷന്റെ കൂടി ഭാഗമായിരിക്കാം ഇത് നമുക്ക് ലോങ് ടൈം യൂസിന്, ദീർഘകാല ഉപയോഗത്തിന് വേണം. അതുകൊണ്ട് വേറൊരു മാർഗം ആരാഞ്ഞു. അതിലൊക്കെ എന്താണ് പ്രശ്നം? നമ്മുടെ പ്രാഥമികമായ ചോദ്യം ഇവിടെ ശ്രീ നജീബ് കാന്തപുരം എന്തിന് ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണല്ലോ. അതാണ് താങ്കൾ ആദ്യമായി ചോദിച്ചത്. അതിന് ഞാൻ കൃത്യമായി മന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ സെക്രട്ടറി തന്നെ, പൊതുമരാമത്ത് സെക്രട്ടറി തന്നെ പറഞ്ഞതാണ്. ഇവിടെ മൊബിലൈസേഷൻ അഡ്വാൻസ് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഈ കമ്പനിക്ക് നൽകുകയും അവർ അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയും അതുവഴി പാലം അപകടത്തിലാവുകയും പൊതുഖജനാവിന് നഷ്ടമുണ്ടാവുകയും ചെയ്യുന്ന സംഭവത്തിൽ പിന്നെ മന്ത്രിയെ അല്ലാതെ പിന്നെ ആരെ അറസ്റ്റ് ചെയ്യും? അല്ല, അവിടെയാണ് പ്രശ്നം. മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരകമായിരിക്കുന്നത് ഒരു കുറ്റവാളിയായി കണ്ടെത്തിയ സൂരജിന്റെ മൊഴിയാണ് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരിക്കലും നിയമപരമായി നിലനിൽക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? മാത്രമല്ല, ഞാനിവിടെ പറയട്ടെ, ഈ IIT മദ്രാസ് നിർദ്ദേശിച്ചത് എന്താണ് അഭിലാഷേ? IIT മദ്രാസ് നിർദ്ദേശിച്ചത് ഈ പാലം പൂർണ്ണമായി പൊളിക്കുക എന്നല്ല. ഇപ്പോഴും CPM-ന്റെ ചില ആളുകളിൽ ചാനലുകളിൽ വന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പാലാരിവട്ടം പാലം പൂർണ്ണമായിട്ട് അങ്ങ് പൊളിയാൻ പോവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നത് ഞാൻ ഒന്ന് പറയാം. ബീം കാസ്റ്റിംഗ് ഈ പാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കലായിട്ട് ചെയ്ത വർക്കാണ്. 15/4/16 ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ലാബ് കാസ്റ്റിംഗ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായ സ്ഥലമാണ്. അത് ചെയ്തത് 20/6/16 ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ടാറിംഗ് ആണ് പൊളിഞ്ഞത് ആദ്യം. അത് നടന്നത് 30/9/2016 ടാറിംഗ് ആണ് ആദ്യം പൊളിഞ്ഞത്. പക്ഷേ ഇത് സംബന്ധിച്ച് സാങ്കേതികമായ പഠനം നടന്നു കഴിഞ്ഞതാണല്ലോ. ടാറിംഗ് പ്രശ്നമാണെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു പാലം ഒന്നുകൂടി പണിയണോ? ഒന്നുകൂടി ടാർ ചെയ്താൽ പോരെ? അപ്പൊ ടാറിംഗ് പൊളിഞ്ഞതല്ല പ്രശ്നം. അതായത് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം മുതൽ തന്നെ ഇപ്പോ ഒരു പാലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ഗർഡർ. ആ ഗർഡറുകൾക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പഠനം ചൂണ്ടിക്കാണിച്ചത്, അന്വേഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഗർഡറിനും പിയർ ക്യാബിനും, അതായത് ഒരു പാലത്തെ സംബന്ധിക്കുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ബേസിന് തന്നെ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് ഗർഡർ ഉണ്ടാക്കിയത് ആരുടെ കാലത്ത്? ഗർഡർ സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? അല്ല, ഞാൻ പറയാം. അതാണ് ഞാൻ പറയുന്നത്. ഗർഡറുകൾ 97 ഗർഡറുകൾ മാറ്റുന്നു എന്നത് ശരിയാണ്. പക്ഷെ ഒരു പിയർ പോലും മാറ്റുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. പിയർ മാത്രമേ ബാക്കിയുള്ളൂ. പിയർ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, അത് IIT മദ്രാസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഒരു ടെസ്റ്റ് നടത്താൻ പോലും സന്നദ്ധമാകാതെ ഹൈക്കോടതി നടത്തിയ ഉത്തരവിനെതിരെ എന്തിന് സുപ്രീം കോടതിയിൽ സർക്കാർ പോയി എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു. ശരി, ഓക്കെ, അതാണ് താങ്കളുടെ പോയിന്റ്. എനിക്കിനി മറ്റു ചില കാര്യങ്ങൾ കൂടി. ശ്രീ TV രാജേഷ് MLA, ഇത് ഇപ്പോൾ